എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് നടന്ന മെയ് 2 നടന്ന ഡിഗ്രി പ്രിലിംസ് ഫേസ് 1 ഇംഗ്ലീഷിലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. ഡിഗ്രി ലെവലിൽ എക്സ്പെക്ട് ചെയ്ത് പോയവർക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 20 എണ്ണം, അങ്ങനെ ഭയങ്കര കടുപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു. അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്ത് പോയവർക്ക് 15+ സുഖമായി സ്കോർ ചെയ്യാവുന്ന ഒരു പേപ്പർ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ആൻസറുകളിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആക്റ്റീവും പാസീവും ആണ്. അപ്പോൾ തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസിലാണ്, അതിനെ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്, പാസീവ് വോയിസിൽ കൺവേർട്ട് ചെയ്യാനാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്? ഷീ ഈസ് മേക്കിംഗ് ടീ എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം ആക്റ്റീവിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്താണ്? V3 ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നുള്ള ഗതിയിലാണ് നിൽക്കുന്നത്. അതിന് ഒബ്ജക്റ്റ്, വെർബ്, സബ്ജക്റ്റ് ആക്കി മാറ്റണം. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ ടി ആണ്. അപ്പോൾ ടി ഈസ് ബീയിങ് മെയ്ഡ് ബൈ ഹെർ എന്നുള്ളതാണ്. അതായത് പ്രസന്റ് കണ്ടിന്യൂസിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഈസ് പ്ലസ് ബീയിങ് ആണ് വരേണ്ടത്. ഈസ് പ്ലസ് ബീയിങ് V3 ഫോമിലാണ് വരേണ്ടത്. അപ്പൊ ടി ഈസ് ബീയിങ് മെയ്ഡ് ബൈ ഹെർ എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. സി ആണ് വരേണ്ടത്. ഓക്കെ, അത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പ്രിപ്പോസിഷൻ ആണ്. ഹിയർ ഇസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഡാഷ്. ആസ്ക്ഡ് കഴിഞ്ഞ് വരേണ്ട പ്രിപ്പോസിഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓഫ് ആണോ, ഓഫ് ആണോ, ഓൺ ആണോ, ഫോർ ആണോ? ആസ്ക്ഡ് ഫോർ എന്നാണ് പറയാ. അപ്പോൾ ഡി ആണ് ഇവിടെ ആൻസർ. ഓക്കെ, ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഫോർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് ദ ഡാഷ് ബ്രേസ്ലെറ്റ് ഐ ഹാവ് എവർ സീൻ. നമ്മൾ ആർട്ടിക്കിളിന്റെ കേസിലും പഠിച്ചിട്ടുണ്ട്, പോരാത്തതിന് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലും പഠിച്ചിട്ടുണ്ട്. ദ വരുന്നത് എവിടെയാണ്? സൂപ്പർലാറ്റീവിന്റെ കൂടെയാണ്. സൂപ്പർലാറ്റീവിന്റെ കൂടെയാണ്. അപ്പൊ ഇവിടെ സൂപ്പർലാറ്റീവ് ആയിട്ട് വരുന്നത് prettiest ആണ്. മോസ്റ്റ് pretty എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. prettiest. ദിസ് ഇസ് ദ prettiest bracelet I have ever seen. ഇതേ ഫോമിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. സൂപ്പർലാറ്റീവ് വെച്ച് വരുന്ന അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പൊ ഇത് ആർട്ടിക്കിളിലും വരും, ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലും വരും. അതായത് സൂപ്പർലാറ്റീവ് വരുന്നിടത്ത് ദ വരണം. ഇവിടെ ദ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ സൂപ്പർലാറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണ് അവിടെ prettiest കറക്റ്റ് ഫോം ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നമ്മൾ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. 2 ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് മാത്രം വന്നിട്ടുള്ളത്. പ്രസാദ് ഡസൻ ലുക്ക് വെൽ ടുഡേ ഡാഷ്. പ്രസാദ് ഡസൻ ലുക്ക് വെൽ ടുഡേ എന്ന് പറയുന്നിടത്ത് ഡസൻറ്റ്, അതായത് ഡസൻറ്റ് വന്നതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്തായി? നെഗറ്റീവായി. അപ്പൊ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ പോസിറ്റീവ് ടാഗ് വരേണ്ടടുത്ത് ഡസൻറ്റും ഡിഡിൻറ്റും വരേണ്ട കാര്യമില്ല. ഡസൻറ്റ് പിന്നെ പ്രൊണൗൺ എന്തായിരിക്കണം? പ്രസാദ് ആയതുകൊണ്ട് ഹി ആയിരിക്കണം. അപ്പോ ഡസൻറ്റ് എന്താവും? ഡസ് ആവും. പ്രസാദ് ഹി. ഓക്കെ, ഡസിന്റെ നമ്മൾ ഡിഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ടെൻസ് മാറുന്നൊന്നുമില്ല, ഡസ് തന്നെ വരുള്ളൂ. അപ്പൊ ഡസ് ഹി എന്നുള്ളതാണ് കറക്റ്റ് ഫോം വരുന്നത്. അടുത്തത് ടെൻസുകളിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അമ്മു ഡാഷ് ഹെർ എക്സാം ലാസ്റ്റ് ഇയർ. അമ്മു ഡാഷ് ഹെർ എക്സാം ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ പാസസ് ആണോ, ഹാഡ് പാസ്ഡ് ആണോ, ഹാസ് പാസ്ഡ് ആണോ, പാസ്ഡ് ആണോ? ഇവിടെ ലാസ്റ്റ് ഇയർ ആ വന്നിരിക്കുന്നത്. നമ്മൾ ടെൻസുകളെ കുറിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് ഡേ, യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലോങ് എഗോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ വരേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ആണ് വരേണ്ടത്. ഓക്കെ, പാസ്റ്റ്. അമ്മു പാസ്ഡ് ഹെർ എക്സാം ലാസ്റ്റ് ഇയർ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫാക്റ്റോ. വൊക്കാബുലറിയിൽ ഫോറിൻ വേർഡ്സ് എന്ന് വരുന്നതാണ് ഡിഫാക്റ്റോ എന്ന് പറയുന്ന വേർഡ്. അപ്പൊ ഡിഫാക്റ്റോയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്ട് എന്നുള്ളതാണ്. ഇത് PYQ ആണ്. വൊക്കാബുലറിയുടെ ഒരു ബേസിക് വേർഡ്സ് പഠിച്ചിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു വാക്കാണ് ഡിഫാക്റ്റോ എന്നുള്ളത്. ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്ട് എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ പേഴ്സൺ അബൌട്ട് ഹിംസെൽഫ് ഇസ് കോൾഡ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും ഈസി ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് കൺഫ്യൂഷൻ ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും തമ്മിലാണ്. ഓട്ടോ എന്ന് വെച്ചാൽ എന്താ? സെൽഫ്, നമ്മളെ കുറിച്ച് തന്നെ സെൽഫ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ്. കാര്യങ്ങളുടെ കൂടെ വരുന്ന ഒരു പ്രിഫിക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓട്ടോയെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് എഴുതുന്ന കഥ എന്താവുന്നു? ഓട്ടോബയോഗ്രഫി ആകുന്നു. മറ്റൊരാൾ നമ്മളെ കുറിച്ച് എഴുതുകയാണെങ്കിൽ അതെന്തായിരിക്കും? ബയോഗ്രഫി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ട്രെയിൻ വിൽ ഡാഷ് അറ്റ് 6 AM. ലീവ്, ലിവ്, ലെഫ്റ്റ്, ലൈഫ്. ഇതിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന് വരുന്നതാണ്. അതായത് ലീവ് ആണോ, ലിവ് ആണോ, ലൈഫ് ആണോ? അതിൽ നിന്ന് നിങ്ങൾ ഏതെടുക്കുന്നുള്ളത്? ലൈഫും ലെഫ്റ്റും, അതായത് ലെഫ്റ്റ് പാസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് പാസ്റ്റ് അല്ല വരേണ്ടത്. ലീവും ലിവും തമ്മിലാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ
വരേണ്ട കാര്യമില്ല. എന്നാലും ട്രെയിൻ പോവും എന്ന അർത്ഥത്തിൽ വരുന്നത് ലീവാണ്. ലിവ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡിൽ സ്പെല്ലിംഗ് മാറ്റിയിട്ട് തന്ന് പറ്റിക്കാൻ നോക്കിയതാണ്. പക്ഷെ അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇനി ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഫിനിറ്റ് പ്ലസ് LY ആണ്. അപ്പൊ ഡെഫിനിറ്റ്ലി, ഡെഫിനിറ്റ് DEFINITELY അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി ഒക്കെ തെറ്റാണ്. കറക്റ്റ് സ്പെല്ലിംഗ് ഡെഫിനിറ്റ്ലി. ഓക്കെ, ഇതൊക്കെ ഓബിയസ് ആയിട്ട് ആൻസറിലേക്ക് എത്താവുന്നതാണ്. പിന്നെ ടു ത്രോ ഇൻ ദ ടവൽ. ടു ത്രോ ഇൻ ദ ടവൽ എന്ന് വെച്ചാൽ ഒരു ഇഡിയം വന്നതിൽ നിന്ന് അധികം കേട്ടിട്ടില്ലാത്ത ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇതായിരിക്കും. ടു ത്രോ ഇൻ ദ ടവൽ എന്ന് വെച്ചാൽ ടു ഗിവ് അപ്പ് എന്നുള്ളതാണ്, വേണ്ട എന്ന് വെക്കുക. നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ക്ലാസ്സസ് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കാറ്റഗറി വൈസ് വേണം നമ്മൾ എന്ത് പഠിക്കാനായിട്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിക്കാനായിട്ട്. സക്സസിന് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെയിലിയറിന് മീൻ ചെയ്യുന്നത്, എഫേർട്സിന്, ഹാർഡ് വർക്കിന്, പിന്നെ കൺഫ്യൂഷന്, അങ്ങനെ കാറ്റഗറി ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് ക്ലിയർ കിട്ടാവുന്നതാണ്. ടു ത്രോ ഇൻ ദ ടവൽ എന്ന് വെച്ചാൽ ടു ഗിവ് അപ്പ് എന്നുള്ളതാണ് അർത്ഥം. ഇനി ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇതും നമുക്ക് സുപരിചിതമായ ഒരു ഏരിയയിൽ നിന്ന് വന്നതാണ്. പ്ലീസ് പാസ് മീ ദ ഷുഗർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇംപെരറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. പ്ലീസ് എന്ന് പറഞ്ഞ ഒരു പൊളൈറ്റ് ആയിട്ട് പറയുമ്പോൾ അതിന്റെ കൂടെ, ആ ഇംപെരറ്റീവ് സെന്റൻസിന്റെ കൂടെ ഏറ്റവും കോമൺ ആയിട്ട് വരേണ്ടത് വിൽ യു ആണ്. ഓക്കെ, പക്ഷെ ഇതുപോലെ വിൽ യു വന്ന ഒരു സന്ദർഭത്തിൽ കാണ്ട് യു, വോണ്ട് യു ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് PSC ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും ആപ്റ്റ് ആൻസർ എന്ന് പറയുന്നത് വിൽ യു തന്നെയാണ്. ഒരു പൊളൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു റിക്വസ്റ്റ് അല്ലേ അത്. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. ഇതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ളത്, അതായത് ദ വാട്ടർ ആൻഡ് ദ എയർ, ദ വാട്ടർ ആൻഡ് എയർ, വാട്ടർ ആൻഡ് എയർ, വാട്ടർ ആൻഡ് ദ എയർ. അപ്പൊ ദ എന്ന ആർട്ടിക്കിളിന്റെ പൊസിഷനെ വെച്ചിട്ടാണ് ഈ 4 സ്റ്റേറ്റ്മെന്റും തിരിച്ചു മറിച്ചു വിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ പ്രശ്നം? വാട്ടറും എയറും എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അതിന്റെ ജനറൽ ഫോമിലാണ് അതിനെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു അൺകൗണ്ടബിൾ നൗണിനെ ഒരു ജനറൽ ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ അതിന് ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ ദ അവിടെ വരേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? വി നീഡ് വാട്ടർ ആൻഡ് എയർ ടു ലീവ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അവിടെ ആർട്ടിക്കിൾ വരണ്ട. അപ്പൊ ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? We kept away from the class. We kept ourselves away from the class. We kept ourselves away from the class. We kept to ourselves away from the class. ഡി അല്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വി ആയതുകൊണ്ട് അവർ സെൽഫ് അല്ല വരേണ്ടത്. വി പ്ലൂരൽ ആണ്. അവർ സെൽഫും അവർ സെൽഫിന്റെ നൗൺ ആണ്, അതായത് പ്ലൂരൽ നൗൺ ആണ് വരേണ്ടത്. അപ്പൊ എന്ത് വരും? അവർ സെൽഫ്സ് വരും. അതിനകത്ത് അവർ സെൽഫ്സ് ബി ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാം. വി കെപ്റ്റ് ourselves away from the class അതാണ് വരേണ്ടത്. പക്ഷെ വി കെപ്റ്റ് away from the class എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. കുറച്ചുകൂടെ എംഫാറ്റിക് ആയിട്ട് വരുമ്പോഴാണ് വി കെപ്റ്റ് ourselves away from the class എന്ന് പറയുന്നത്. ഇപ്പൊ എ ആണോ ബി ആണോ PSC കൊടുക്കാൻ പോകുന്നതെന്ന് ഉള്ളതനുസരിച്ചിരിക്കും. എയും കറക്റ്റ് ആണ്, ബിയും കറക്റ്റ് ആണ്. ഗ്രാമാറ്റിക്കലി രണ്ടും കറക്റ്റ് ആണ്. കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് വി കെപ്റ്റ് ourselves away from the class ആണ് ഇതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന് PSC ഡിലീറ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല. നോക്കാം. 84 എന്താ വരുന്നത്? ഐഡന്റിഫൈ ദ സിമ്പിൾ സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. സിമ്പിൾ സെന്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ സെന്റൻസ് ആണ്. ദ ഡോക്ടർ അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഹെൽപ്ലെസ്. ദ ഡോക്ടർ അഡ്മിറ്റഡ് ഹിസ് ഹെൽപ്ലെസ്നെസ്. ദ ഡോക്ടർ അഡ്മിറ്റഡ് ദാറ്റ് ഹി ഈസ് ഹെൽപ്ലെസ്. അപ്പൊ സിമ്പിൾ സെന്റൻസ് ആ ചോദിച്ചത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഡോക്ടർ അഡ്മിറ്റഡ് ദാറ്റും എയും സിയും ദാറ്റ് വെച്ചിട്ട് ഒരു മെയിൻ ക്ലോസിനെ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസുമായിട്ട് എന്താണ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ദാറ്റ് എന്നത് യൂസ് ചെയ്തിട്ട് ദ ഡോക്ടർ അഡ്മിറ്റഡ് ദാറ്റ് എന്ന് പറയുമ്പോൾ അത് എന്തായി? ഡിപ്പെൻഡന്റ് ക്ലോസ് ആയി. ഹി വാസ് ഹെൽപ്ലെസ് എന്തായി? ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയി. അങ്ങനെ ദാറ്റ് വെച്ച് കണക്ട് ചെയ്യുന്നത് കൊണ്ട് അത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതായത് കോംപ്ലക്സ് സെന്റൻസ് എന്താണ്? ഒരു മെയിൻ ക്ലോസും ഒന്നിലധികം ഇൻഡിപെൻഡന്റ് ക്ലോസും ഒന്നിലധികം ഡിപ്പെൻഡന്റ് ക്ലോസും വരുന്നതാണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. ഈ എയും സിയും എന്താണ്? കോംപ്ലക്സ് സെന്റൻസ് ആണ്. ബി മാത്രം എന്താണ്? സിമ്പിൾ സെന്റൻസ് ആണ്. അതിനകത്ത് വേറെ കണക്ടർ ഒന്നും വരുന്നില്ല. കാര്യം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഡോക്ടർ അഡ്മിറ്റഡ് ഹിസ് ഹെൽപ്ലെസ്നെസ്. ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, 85 വിച്ച് ഈസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്? ഇറ്റ് ഈസ് വെരി റൂഡ് ടു പോയിന്റ് ഡാഷ് പീപ്പിൾ. വീണ്ടും പ്രിപ്പോസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രിപ്പോസിഷന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ പേപ്പറിൽ തന്നെ വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി റൂഡ് ടു പോയിന്റ് അറ്റ് പീപ്പിൾ. പോയിന്റ് അറ്റ്. ഓക്കെ, അറ്റ് ആണ് പോയിന്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ട കറക്റ്റ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്.
അതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒന്നും കാര്യമില്ല. പിന്നെ ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. വീണ്ടും വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ് എന്ന് വന്നിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഫ്ലയേഴ്സ് വെർ ഓൾ അറൌണ്ട് ദ വെന്യൂ, ഫ്ലയേഴ്സ് വെർ ഓൾ അറൌണ്ട് ദ വെന്യൂ, ഫ്ലയേഴ്സ് വെർ ഓൾ അറൌണ്ട് ദ വെന്യൂ, ഫ്ലയേഴ്സ് വെർ ഓൾ അറൌണ്ട് ദ വെന്യൂ. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കാറ്റിൽ പറക്കുന്ന നോട്ടീസുകളും സർക്കുലറുകളും ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ച ഫ്ലയർ എന്ന് പറയുന്നത്. അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് എ ആണ്. ഫ്ലയേഴ്സ് വെർ ഓൾ അറൌണ്ട് ദ വെന്യൂ, എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം കൺഫ്യൂസ് ചെയ്യാൻ ഇട്ടിരിക്കുന്ന വാക്കുകളാണ്. അടുത്തത് വരുന്നത് fill in the blanks by adding the correct phrasal verb. phrasal verb എന്ന് ചോദിക്കാവുന്ന ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. we had to dash the party to another day. പാർട്ടി വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു എന്ന് പറയുന്നത് പോസ്റ്റ്പോൺഡ് ആണ്. പോസ്റ്റ്പോണ്ടിന് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? പുട്ട് ഓഫ് ആണ്. ഓക്കെ, പുട്ട് ഓൺ എന്ന് വെച്ചാൽ ടു വെയർ എന്നുള്ളതാണ്. പുട്ട് ഇൻ എന്ന് വെച്ചാൽ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ അണയ്ക്കുക, ഈ തീ എല്ലാം അണയ്ക്കുന്നതിനാണ് പുട്ട് ഔട്ട്, പുട്ട് ഔട്ട് ദ ഫയർ എന്നൊക്കെ പറയുന്നത് പുട്ട് ഔട്ട് എന്ന അർത്ഥത്തിലാണ് ആ ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡി പുട്ട് ഓഫ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പുട്ട് ഓഫ് ഇവിടെ വന്നു. ഇനി അടുത്തത് മിക്കവാറും ഫേസ് 2 വരാൻ പോകുന്നത് എന്തായിരിക്കും? ടോളറേറ്റ് എന്ന അർത്ഥത്തില് പുട്ട് അപ്പ് വിത്ത് എന്നുള്ള ഫ്രേസൽ വെർബ് ആയിരിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം PYQs വന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ടുള്ള PYQs ഒന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. ഏത്? ഫ്രേസൽ വെർബ്സിൽ. ദ 5 ഫൈറ്റേഴ്സ് വർ വെൽ എക്വിപ്ഡ് വിത്ത് ലേറ്റസ്റ്റ് മെത്തേഡ്സ്. ഓക്കെ, അതിനകത്ത് ഐഡന്റിഫൈ ദ എറർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോർമലി വിചാരിക്കും സബ്ജക്ട് വെബ് അഗ്രിമെന്റിന്റെ എറർ ആയിരിക്കുമെന്ന്. പക്ഷെ ഇവിടെ സബ്ജക്ട് വെബ് അഗ്രിമെന്റ് കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 5 ഫൈറ്റേഴ്സും പ്ലൂറൽ ആണ്, വേറും പ്ലൂറൽ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയാ പ്രശ്നം? വിത്ത് ലേറ്റസ്റ്റ് മെത്തേഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂപ്പർലാറ്റീവിന്റെ കൂടെ ദ ഉപയോഗിക്കണം എന്നുള്ള കണ്ടീഷൻ. അതായത് ആർട്ടിക്കിള് ദ വരുന്നാൽ പിന്നെ സൂപ്പർലാറ്റീവ് ആയിരിക്കും വരിക. സൂപ്പർലാറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ദ ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. അത് തിരിച്ചും മറിച്ചും ശരിയാണ്. അപ്പൊ ഇവിടെ എന്താ? 5 ഫൈറ്റേഴ്സ് വർ വെൽ എക്വിപ്ഡ് വിത്ത് ലേറ്റസ്റ്റ് മെത്തേഡ്സ്. ഇവിടെ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലാറ്റീവ് ആണ്. അപ്പൊ അതിന്റെ കൂടെ വരേണ്ട ആർട്ടിക്കിൾ എന്താണ്? ദ ആണ്. അപ്പൊ ലേറ്റസ്റ്റ്. ഡി ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. 88 ഡി ആണ് ആൻസർ. ഓക്കെ, ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഓപ്ഷൻസ്. ഇതിനകത്ത് നിന്ന് ഏറ്റവും കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗൈൻ സ്പെല്ലിംഗ് ചെക്ക് ആണ് നോക്കുന്നത്. ഏതാണ്? കോൺഷ്യൻഷ്യസ്. കോൺഷ്യൻഷ്യസ് ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതിനകത്തുനിന്നും കോൺസെൻഷ്യസ്, ഇതിനകത്തൊന്നും കൺഫ്യൂഷൻ ആവാൻ പാകത്തിനല്ല അവര്. നമുക്ക് കൺഫ്യൂഷൻ വരുന്നിടത്തല്ല, ഓബ്വിയസ് ആയിട്ട് നമുക്ക് ആൻസർ എത്താവുന്നിടത്താണ്. ഈ വാക്ക് ഒരു തവണ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത് ഇതാണ് എന്ന് മനസ്സിലാവുന്ന തരത്തിലാണ് അവർ ഓപ്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്ര ടഫ് ഒന്നും അല്ല. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് വേർഡ് ഗിവൻ ആസ് ഓപ്ഷൻസ് മീൻസ് എക്സാക്ട്ലി ദ സെയിം ആസ് ദ വൺ ഇൻ ദ ബോൾഡ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ടു ഗോ അബ്രോഡ് വാസ് ദ മോസ്റ്റ് ഫ്രിവലസ് ഡിസിഷൻ മെയ്ഡ് ബൈ ഹർ. അപ്പോ ഫ്രിവലസ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈംലി, സമയത്ത് എടുക്കേണ്ട ഡിസിഷൻ ആണോ? ടാക്ട്ഫുൾ, അത് ടാക്ടിക്സ് വെച്ച് വളരെയധികം ആലോചിച്ച് സ്ട്രാറ്റജിക് ആയി എടുത്ത ഡിസിഷൻ ആണോ? അത് സില്ലി, ഒരു മണ്ടത്തരമാണോ? അത് തോട്ട്ഫുൾ, വളരെയധികം ചിന്തിച്ചെടുത്ത ഡിസിഷൻ ആണോ? നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് ടൈംലി, ടാക്ട്ഫുൾ, തോട്ട്ഫുൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ പോസിറ്റീവായ ക്വാളിറ്റിയും സില്ലി മാത്രം ഇവിടെ വളരെ നെഗറ്റീവായ ക്വാളിറ്റിയാണ്. സാധാരണഗതിയിൽ ഓപ്ഷൻസ് 3 എണ്ണം ഒരേ ക്വാളിറ്റിയിൽ വരുന്നതും ഒരെണ്ണം മാത്രം കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നിടത്ത് സിനോണിമും ആന്റണിമും ഒക്കെ ഇതാണ് ആൻസർ വരാറ്. ഇവിടെ അത് മാത്രമല്ല, ഫ്രിവലസ് എന്ന വാക്കിന്റെ അർത്ഥം സില്ലി, തീരെ ചിന്തിക്കാതെ അപ്രോപ്രിയേറ്റ് അല്ലാതെ എടുത്തൊരു ഡിസിഷനെയാണ് ഇവിടെ ഫ്രിവലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സില്ലിയാണ് ഇവിടെ സി ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ 20 ക്വസ്റ്റിനെ കുറിച്ച് നമുക്കൊരു അനാലിസിസ് പറയാനാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് റിപ്പീറ്റഡ് സെയിം ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ വന്നു? അതായത് കമ്പാരിസൺ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ് എന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്രിപ്പോസിഷൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഹോട്ട് ടോപ്പിക് തന്നെയാണ്. ആർട്ടിക്കിൾസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ്, സബ്ജക്ട് വെബ് അഗ്രിമെന്റ് ഇന്ന് ക്വസ്റ്റ്യൻ വന്നില്ല, ബട്ട് അടുത്ത ഫേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ്സ്, പ്രിപ്പോസിഷൻസ്, ഫ്രേസൽ വെർബ്സ് ഇതിനൊക്കെ എക്സ്പെക്റ്റഡ് ആണ് വരും. ആൻഡ് ഫോറിൻ വേർഡ്സിൽ നിന്നും 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് നിന്നും ഈസി ആയിട്ടാണ് വൊക്കാബുലറി അവർ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ 15+ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു പേപ്പർ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.